നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തന ശൈലിയിൽ വരുത്തിയ പെട്ടെന്നുള്ള മാറ്റത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെയും CPM DYFI നേതാക്കളുടെയും വസതികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ED സംഘം ഇരച്ചെത്തിയത് പൂർണ്ണമായും സർജിക്കൽ സ്ട്രൈക്ക് മാതൃകയിലായിരുന്നു. മിന്നൽ പരിശോധനകൾ സംസ്ഥാനത്തൊട്ടാകെ വാർത്തയായപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നോ ആരുടെ വാതിലാണ് അടുത്തതായി മുട്ടുകയെന്നോ പ്രവചിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുകയാണ് സംസ്ഥാന ഇന്റലിജൻസ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനാ വിവരങ്ങൾ സമയബന്ധിതമായി സംസ്ഥാന സർക്കാരിന് കൈമാറേണ്ടത് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ്. കേന്ദ്ര ഏജൻസികൾ നേരിട്ട് സ്ഥലത്തെത്തുകയും പരിശോധനകൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ പ്രാദേശിക പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും വിവരം അറിയുന്നത് തന്നെ. മുൻകാലങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിൽ സംസ്ഥാന പോലീസിന്റെ സഹായം ED സംഘം തേടാറുണ്ടായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തിയില്ലെങ്കിലും ക്രമസമാധാനം ഉറപ്പാക്കാൻ പ്രാദേശിക പോലീസിന് ഒപ്പം കൂട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ മിന്നൽ പരിശോധനകളിൽ ഒരിടത്തും സംസ്ഥാന പോലീസിന്റെ സഹായം തേടാൻ ED തയ്യാറായില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നീക്കങ്ങൾ മുഴുവൻ നടത്തിയത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ പോലും സംസ്ഥാന പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നില്ല എന്നതും ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രസേനയായിരുന്നു പൂർണ്ണമായിട്ടും ഈ റെയ്ഡുകൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്ന ED ഉദ്യോഗസ്ഥർക്ക് കാവൽ നിന്നിരുന്നത്. സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുടെ എണ്ണം, കൂടുതൽ കേന്ദ്രസേന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് പിണറായി വിജയനും മകൾ G വീണയും ഒക്കെ താമസിക്കുന്ന വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ED ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് കേരളം കണ്ടതാണ്. കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട്. രൂക്ഷ വിമർശനമൊക്കെ CPM-നെ കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്ന് പോലീസ് സംവിധാനം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ ED ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് പുറത്തെത്തിക്കാൻ, ഈ ബഹളത്തിനിടയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അത് വലിയ രീതിയിൽ EDക്കും അതൊരു പല ED ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന, അവരുടെ വാഹനങ്ങൾ തകർക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പോലീസിന്റെ യാതൊരു തരത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ പോലീസിനെ കൃത്യമായോ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്ര സേനയുടെ സംരക്ഷണത്തിലാണ് അവിടെ ED ഉദ്യോഗസ്ഥർ ഈ ഇന്നലെ 8 ഇടങ്ങളിലായിട്ടാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അവിടെ റെയ്ഡിനായിട്ട് എത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് നടത്തുമ്പോഴോ തൊണ്ടിമുതലുകൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന പതിവ് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള ED സംഘം കോഴിക്കോട്ട് അപ്രതീക്ഷിത പരിശോധന ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ, DYFI ഭാരവാഹികളായ നന്ദുലാൽ, ഫെബിഷ് മുഹമ്മദ്, ബിസിനസ് പങ്കാളികളായ വാരിഷ് കളത്തിങ്ങൽ, ഷൈജൽ തുടങ്ങിയവരുടെ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. നിഖിലിന്റെ ഫറോക്കിലെ തറവാട് വീട്ടിൽ ആദ്യമെത്തിയ ED സംഘം അദ്ദേഹം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി അശോകപുരത്തെ ഫ്ളാറ്റിലേക്ക് തിരിയുകയായിരുന്നു. മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരുന്ന നിഖിലിനെ അവിടെ എത്തി കൂട്ടിക്കൊണ്ടുവന്ന് മണിക്കൂറുകളോളം ഫ്ളാറ്റിൽ വെച്ച് ED സംഘം ചോദ്യം ചെയ്തു. ഫറോക്ക് ചുങ്കത്തെ ക്യാപിറ്റൽസ് മാർബിൾ ഉടമ വാരിഷ് കളത്തിങ്ങിൽ രാവിലത്തെ വ്യായാമത്തിനായി ജിമ്മിലായിരുന്ന സമയത്താണ് ED സംഘം വീട്ടിലെത്തിയത്. വാരിഷിനെയും ജിമ്മിൽ നിന്ന് ED സംഘം നേരിട്ടെത്തി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുൻപ് തിരുവനന്തപുരത്ത് ED ഓഫീസിന് നേരെ നടന്ന പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും തിരിച്ചടിയായ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കനത്ത ജാഗ്രതയിലാണ് CPM നേതൃത്വം. റെയ്ഡ് നടക്കുന്ന വിവരം അറിഞ്ഞ് മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തിയെങ്കിലും പ്രവർത്തകർ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രതിഷേധം നഗരത്തിലെ പ്രകടനത്തിൽ മാത്രമായി പാർട്ടി ഒതുക്കുകയായിരുന്നു. റെയ്ഡ് പൂർത്തിയാക്കി ED മടങ്ങിയിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ P. നിഖിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗനമെന്നാണ് സൂചന. അല്ലെങ്കിൽ സാധാരണ ഇത്തരത്തിൽ ED ഒരാൾ ഏതെങ്കിലും CPM പ്രവർത്തകന്റെ വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തി കഴിഞ്ഞ് മടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വന്ന് പുറത്ത് EDയെ പച്ചത്തെറി വിളിക്കുന്നതാണ് സാധാരണ ഒരു പതിവ് കാഴ്ച. പക്ഷെ ഇവിടെ മൗനം പാലിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രസേനയെ
മാത്രം ഒപ്പം കൂട്ടി ED നടത്തുന്ന ഇത്തരം മിന്നൽ നീക്കങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രമുഖരിലേക്ക് നീണ്ടേക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ T വീണയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ T വീണ നൽകിയ മൊഴികളും തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ നിർണായക വിവരങ്ങളുമാണ് ED സംഘത്തെ കോഴിക്കോട്ടത്തെ പ്രമുഖരുടെ വീടുകളിലേക്ക് നിലവിലെത്തിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും അച്ഛനെ അറിയാവൂ എന്നും ഡയറിയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിനെ അറിയാവൂ എന്നുമാണ് വീണ മറുപടി നൽകിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും മുൻ മന്ത്രിയായ ഭർത്താവ് PA മുഹമ്മദ് റിയാസിനെയും ഒരുപോലെ വെട്ടിലാക്കുന്ന മറുപടികളാണ് വീണ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മാസം മേയിൽ വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചുവന്ന കവറുള്ള ഡയറി ED സംഘം കസ്റ്റഡിയിലെടുത്തത്. എക്സാലോജി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോഴിക്കോട്ടെ പ്രമുഖരായ നിഖിൽ, വാരിസ്, ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് വൻ തുക കൈമാറിയതായും ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പണമിടപാടുകളെ കുറിച്ച് ED ചോദ്യം ചെയ്തപ്പോഴാണ് ഇടപാടുകളുടെ പിന്നിലുള്ള ഭർത്താവിന്റെ പങ്ക് വീണ വെളിപ്പെടുത്തിയത്. 4 പേരും റിയാസിന്റെ സുഹൃത്തുക്കളാണ്, അതിൽ ഒരാൾ തന്റെ കൂടി സുഹൃത്താണ് എന്നായിരുന്നു വീണയുടെ മറുപടി. തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് കമ്പനി അക്കൗണ്ടിൽ നിന്നും ഈ തുക കൈമാറിയതെന്നും വീണ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ വീണയെ കൊണ്ട് ഈ 4 പേരെയും ഫോണിൽ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്ന സംശയം ഇതോടെ ശക്തമായി. ചില പ്രധാന ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിന് മാത്രമേ അത് സംബന്ധിച്ച് അറിവുള്ളൂ എന്ന് വീണ ആവർത്തിച്ചതോടെയാണ് അന്വേഷണം റിയാസിലേക്ക് നീളാൻ വഴിയൊരുങ്ങിയത്. ഏതായാലും ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള പല സുപ്രധാന രേഖകളും ഇന്നലെ റെയ്ഡ് നടത്തിയിട്ടുള്ള വീടുകളിലെ അവരുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ഒരു ഘട്ടം ED നടത്താനായിട്ട് പോകുന്നുണ്ടാവുക.